പാത ഇരട്ടിപ്പിക്കലും നവീകരണവും നടപ്പിലാക്കിയതിലൂടെ തീവണ്ടികളുടെ വേഗം കൂട്ടാനായതായി ദക്ഷിണ റെയിൽവേ. വ്യാഴാഴ്ച മുതൽ 65 തീവണ്ടികളുടെ വേഗം കൂട്ടും. താമ്പരം കൊല്ലം യാത്രാസമയം 85 മിനിറ്റ് കുറയും. പുതിയ സമയക്രമമനുസരിച്ച് കൊല്ലത്ത് നിന്ന് വൈകിട്ട് 4-ന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേന്ന് രാവിലെ 6:05-ന് താമ്പരത്ത് എത്തും. ഇതുവരെ വൈകിട്ട് 4-ന് കൊല്ലത്തുനിന്ന് തിരിക്കുന്ന തീവണ്ടി പിറ്റേന്ന് രാവിലെ 7:30-നാണ് തമ്പരത്തെത്തിയിരുന്നത്. എഗ്മോറിൽ നിന്ന് മംഗളൂരുവിലേക്കുള്ള വണ്ടി രാത്രി 10:45-ന് പകരം 11:10-നാണ് ഇനി പുറപ്പെടുക. പിറ്റേന്ന് വൈകിട്ട് 7:15-ന് മംഗളൂരുവിലെത്തും. എത്തുന്ന സമയത്തിൽ മാറ്റമില്ല. 25 മിനിറ്റ് യാത്രാസമയം കുറയും. എഗ്മോറിൽ നിന്ന് ഗുരുവായൂരിലേക്ക് രാവിലെ 10:20-ന് പുറപ്പെട്ടിരുന്ന ട്രെയിൻ 20 മിനിറ്റ് വൈകി 10:40-ന് പുറപ്പെടും. ഗുരുവായൂരിൽ പിറ്റേന്ന് രാവിലെ 7:40-ന് എത്തും. 20 മിനിറ്റ് യാത്രാസമയം കുറയും. ചെന്നൈ നാഗർകോവിൽ തമ്പരം എക്സ്പ്രസിന്റെ യാത്രാസമയം 50 മിനിറ്റ് കുറയും. കോയമ്പത്തൂർ രാമേശ്വരം പ്രതിവാര എക്സ്പ്രസിന്റെ യാത്രാസമയം 55 മിനിറ്റും കടലൂർ തുറമുഖത്ത് നിന്ന് മൈസൂരുവിലേക്കുള്ള എക്സ്പ്രസിന്റെ സമയം 50 മിനിറ്റും കുറയും. രാമേശ്വരം തിരുപ്പതി എക്സ്പ്രസിന്റെ സമയം 25 മിനിറ്റും കുറയും. ദക്ഷിണ റെയിൽവേയിൽ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 300 കിലോമീറ്റർ ദൈർഘ്യത്തിൽ റെയിൽവേ പാത ഇരട്ടിപ്പിക്കുകയും വൈദ്യുതീകരണം 98% പൂർത്തീകരിക്കുകയും ചെയ്തതിലൂടെയാണ് തീവണ്ടികളുടെ വേഗം കൂട്ടാൻ കഴിഞ്ഞതെന്ന് ദക്ഷിണ റെയിൽവേ അധികൃതർ പറഞ്ഞു. പഴയ റെയിൽ പാളങ്ങൾ മാറ്റിയതിലൂടെ വേഗം കൂട്ടാനായിട്ടുണ്ട്. ദക്ഷിണ റെയിൽവേയിൽ എല്ലാ വണ്ടികളും ശരാശരി മണിക്കൂറിൽ 80 മുതൽ 110 കിലോമീറ്റർ വേഗത്തിലാണ് ഓടുന്നത്. അതേസമയം ഉത്തരാഖണ്ഡിൽ തുരങ്കത്തിനുള്ളിൽ ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 60ഓളം പേർക്ക് പരിക്കേറ്റു. നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന വിഷ്ണുഗഡ് പിപ്പിൾകോടി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിന്റെ പിപ്പിൾകോടി തുരങ്കത്തിനുള്ളിൽ ചൊവ്വാഴ്ച രാത്രിയായിരുന്നു സംഭവം. നിർമ്മാണ തൊഴിലാളികളെയും ഉദ്യോഗസ്ഥരെയും വഹിച്ചുകൊണ്ടുള്ള ലോക്കോ ട്രെയിൻ നിർമ്മാണ സാമഗ്രികൾ കയറ്റിവന്ന ഗുഡ്സ് ട്രെയിനുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. 109 പേരാണ് ട്രെയിനിലുണ്ടായിരുന്നത്. എല്ലാവരെയും രക്ഷപ്പെടുത്തിയതായും പരിക്കേറ്റവരുടെ നില തൃപ്തികരമാണെന്നും ജില്ലാ കലക്ടർ ഗൗരവ് കുമാർ പറഞ്ഞു. 42 പേരെ ജില്ലാ ആശുപത്രിയിലും 17 പേരെ പിപ്പിൾകോടിയിലെ വിവേകാനന്ദ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നാണ് SP സുജിത് പറഞ്ഞത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ തൊഴിലാളികളെയും ഉദ്യോഗസ്ഥരെയും വസ്തുവകകളും തുരങ്കങ്ങൾക്കുള്ളിൽ കൊണ്ടുപോകാൻ സാധാരണയായി ലോക്കോ ട്രെയിനുകളാണ് ഉപയോഗിക്കുന്നതെന്ന് അധികൃതർ പറഞ്ഞു. THTC ആണ് ഇവിടെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തിവരുന്നത്. അളകനന്ദ നദിയിൽ ഹെലോങ്ങിനും പിപ്പിൾകോട്ടിക്കുമിടയിലാണ് 444 മെഗാവാട്ട് ശേഷിയുള്ള വിഷ്ണുഗഡ് പിപ്പിൾകോട്ട് ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കുന്നത്. അടുത്ത വർഷം പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതിയിൽ 4 ടർബൈനുകൾ വഴി 111 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്.